ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ റീ റിലീസ് സിനിമകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ചോട്ടാ മുംബൈ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്ത ലാലേട്ടന്റെ സിനിമയാണല്ലോ. തിയേറ്ററുകളിൽ വലിയ ആഘോഷമായിട്ട് ആരവമായിട്ട് മാറിക്കഴിഞ്ഞ ചോട്ടാ മുംബൈ രണ്ടാമത്തെ ശനി ഞായർ ദിവസത്തിലേക്ക് എത്തപ്പെട്ടതോടെ സിനിമയ്ക്ക് ബുക്കിംഗിലടക്കം ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ലിസ്റ്റിലടക്കം വരാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1000-ലധികം ടിക്കറ്റുകൾ കഴിഞ്ഞ് 24 മണിക്കൂറിൽ സിനിമയുടേതായിട്ട് വിറ്റഴിച്ചിരിക്കുന്നു. ഇന്നും നാളെയും സിനിമയ്ക്ക് ഇനിയും മികച്ച കളക്ഷൻ ഉണ്ടാകുമെന്ന ഈ ഒരു ട്രെൻഡിങ് ഉറപ്പ് നൽകുന്നുണ്ട്. സിനിമയുടെ ഇന്നലെ വരെയുള്ള 8 ദിവസത്തെ കൃത്യമായി കേരള ഗ്രോസ് പുറത്തു വരുമ്പോൾ 3 കോടിക്കടുത്ത കളക്ഷൻ തന്നെ പ്രതീക്ഷിത പോലെ സിനിമ നേടിയെടുത്തിരിക്കുന്നു. 2,97,00,000 രൂപയാണ് ചോട്ടാ മുംബൈ ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ കേരള ഷെയർ 1,50,00,000 ലക്ഷ്യമിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഇന്നലെയും സിനിമയ്ക്ക് 15 ലക്ഷത്തിലേറെ ഗ്രോസ് പുതിയ സിനിമകൾക്കൊപ്പവും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ അടക്കമുള്ള വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. 3,50,00,000 കടന്നിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ഇന്നലെയായിരുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കൂടുതൽ സ്ഥലങ്ങളിൽ സിനിമയ്ക്ക് സ്ക്രീൻ കൗണ്ടും ഷോ കൗണ്ടും എല്ലാം തന്നെ ലഭ്യമായത്. ഹൈദരാബാദിൽ സിനിമ വലിയ തരംഗമായി മാറിയിരിക്കുന്നുവെന്ന് അവിടുത്തെ തിയേറ്റർ വീഡിയോസിൽ നിന്ന് വ്യക്തമാകുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും ഫാൻ ഷോസ് ലാലേട്ടൻ ആരാധകർ സംഘടിപ്പിച്ച് അതും വലിയ തരംഗമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്തായാലും ഇന്നത്തെ ഉൾപ്പെടെയുള്ള അടുത്ത കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ. ലാലേട്ടന് ഇനി 2 റീ റിലീസുകൾ കൂടി ഈ വർഷമുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ചോട്ടാ മുംബൈക്ക് തൊട്ട് പിന്നാലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടന്റെ അടുത്ത റീ റിലീസ് അത് ഉദയനാണ് താരം എന്ന സിനിമയുടേതാണ്. 2000-2005 കാലയളവിൽ വന്ന മലയാളം സിനിമകളിലെ മികച്ച സിനിമകളിൽ ഒന്നാണ് ഉദയനാണ് താരം എന്ന് നിസ്സംശയം പറയാം. എന്തായാലും സിനിമ നമ്മുടെ ജനങ്ങൾ റീ റിലീസിലൂടെ ഏറ്റെടുക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ തികച്ചും ഞെട്ടിക്കുന്നൊരു റീ റിലീസ് ലാലേട്ടന് വരാനായിട്ടിരിക്കുന്നു. അത് ലാലേട്ടന്റെ വടക്കും നാഥൻ എന്ന സിനിമയുടേതാണ്. ലാലേട്ടന്റെ അണ്ടർ റേറ്റഡ് സിനിമയാണ്, മികച്ച സിനിമയാണ്. ഭരത് പിഷാരടി എന്ന കഥാപാത്രത്തെ ലാലേട്ടൻ അവതരിപ്പിച്ച വടക്കും നാഥനെങ്കിൽ പോലും ചിത്രത്തിന് റീ റിലീസ് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. ഒരുപക്ഷെ ദേവദൂതൻ പോലുള്ളൊരു മാജിക് സിനിമയുടെ ആ ഒരു തരംഗമെല്ലാം തന്നെ കണ്ടിട്ടായിരിക്കാം ഈ സിനിമയും റീ റിലീസ് ചെയ്യുന്നത്. കാത്തിരിക്കാം സിനിമയുടെ റീ റിലീസിനായിട്ട് അഭിപ്രായങ്ങൾ കേട്ട്.